2020 ഓഗസ്റ്റ് 6 രാജമല എസ്റ്റേറ്റിലെ പെട്ടിമുടിയിൽ പാതിരാത്രിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ എസ്റ്റേറ്റ് ലയങ്ങൾ തകർന്ന് 66 പേർ മരിക്കുകയും 4 പേരെ കാണാതാവുകയും ചെയ്തു. ഇനിയും കണ്ടെത്താനാകാത്ത 4 പേർ ഉൾപ്പെടെ 70 പേരുടെയും കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ കൃത്യമായി ഉറ്റവരുടെ അക്കൗണ്ടിൽ എത്തി. എന്നാൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപയ്ക്കു വേണ്ടി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. കേന്ദ്ര സർക്കാർ അന്ന് തന്നെ പ്രഖ്യാപിച്ചു 2 ലക്ഷം രൂപ എല്ലാവർക്കും കൊടുക്കും, ഞങ്ങൾ 70 കുടുംബക്കാർക്കും കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അന്ന് പ്രഖ്യാപിച്ചത് മാത്രമേ ഉള്ളൂ. ഇതുവരെയായിട്ട് ഒരു രൂപ പോലും ഒരു മനുഷ്യർക്ക് പോലും കൊടുത്തിട്ടില്ല. അതെന്താണെന്ന് അറിയത്തില്ല. നമ്മളും മുട്ടാതെ വാതിലുകളൊന്നുമില്ല, മുട്ടി നോക്കി, പക്ഷെ ഇതുവരെയായിട്ട് ആർക്കും കിട്ടിയിട്ടുമില്ല. സംസ്ഥാന സർക്കാർ വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തത് ആ കാര്യത്തിൽ. അതിനകത്ത് ഒരു മാറ്റമില്ല. അവർ 5 ലക്ഷം പ്രഖ്യാപിച്ചെങ്കിലും 5 ലക്ഷം തന്നു. മരിച്ചവരിൽ തമിഴ്നാടുമായി ബന്ധമുണ്ടെന്ന രേഖകൾ സമർപ്പിച്ച ബന്ധുക്കൾക്ക് തമിഴ്നാട് സർക്കാർ 3 ലക്ഷം രൂപ വീതം നൽകി. കേരള സർക്കാർ തമിഴനെന്നോ മലയാളിയെന്നോ വ്യത്യാസമില്ലാതെയാണ് 70 പേരുടെയും കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നൽകിയത്. പ്രത്യേക മന്ത്രിസഭായോഗ തീരുമാനത്തിലൂടെയാണ് ഇനിയും കണ്ടെത്താനാകാത്ത 4 പേരുടേത് ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് തുക കൈമാറിയത്. എല്ലാം നഷ്ടപ്പെട്ട ദുരിതബാധിതരുടെ പുനരധിവാസവും സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തി. സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം കുട്ടിയാർവാലിയിൽ സുരക്ഷിതമായി ഇടം കണ്ടെത്തി എസ്റ്റേറ്റ് മാനേജ്മെന്റാണ് വീട് വെച്ചു നൽകിയത്. ജില്ലാ ഭരണകൂടം വഴി കേന്ദ്ര സർക്കാർ കൊടുക്കും എന്ന പറഞ്ഞ തുകയാണ് വെറും വാഗ്ദാനമായി ഒതുങ്ങിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തുന്നവരെ ഇങ്ങനെ ചിലതൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി തന്നെ വയനാട്ടിലെ ഈ മഹാദുരന്തത്തിന്റെ ഇടയിലും 4 വർഷം പൂർത്തിയാകാൻ പോകുന്ന ഇടുക്കി പെട്ടിമുടിയുടെ ഈ ഓർമ്മകളെ കൂടി ചേർത്ത് വയ്ക്കുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.